ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് കയറിയ കുറച്ച് യൂണിഫോം സാരീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. എല്ലാം ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മോഡേൺ ആൻഡ് ട്രഡീഷണൽ രീതിയിലത്തെ പാറ്റേൺസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇത് നമുക്ക് സ്യൂട്ടബിൾ ആണ് ഈ സാരി. അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽ വന്നിട്ടാണെങ്കിലും നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റും. ഡെയിലി വെയറിനും ഒക്കേഷണൽ വെയറിനും രണ്ടിനും കൂടി പറ്റിയ സാരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സാരി നമുക്ക് ഏത് കാറ്റഗറിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷണൽ ഫീൽഡിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫീസേഴ്സൊക്കെ നമുക്ക് ഈ സാരി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഡെയിലി വെയറിന് നമ്മൾ ഓർക്കും ഇത് ഡ്രേപ്പ് ചെയ്യാൻ പാടായിരിക്കുമോ, മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെയേറെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. അധികം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു സാരി അല്ല ഇത്. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ നമുക്കൊരു വാർമർ ആയിട്ടുള്ള ടൈമിലൊക്കെ നമുക്ക് എപ്പോഴും ബോഡിക്ക് ഒരു കംഫർട്ട് തരുന്ന ഒരു സാരിയോ മെറ്റീരിയലോ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ സാരി എന്ന് പറഞ്ഞാൽ അതിന് ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഈ സാരി വെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു നീറ്റ് ആൻഡ് പ്രൊഫഷണൽ ലുക്കാണ് കിട്ടുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ. ഒരു ജോലി സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ആ ഒരു നമ്മൾ വെയർ ചെയ്യുന്ന സാരി നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എല്ലാവർക്കും എപ്പോഴും ഡ്രസ്സ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും താല്പര്യം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യണം. എല്ലാവരിൽ നിന്ന് ഡിഫറെൻ്റ് ആൻഡ് യുണീക്ക് ആയിട്ട് നിൽക്കണം. അതിപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം എന്തിനാ ഒതുക്കുന്നത്? നമുക്കൊരു ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആവാമല്ലോ. അപ്പോൾ നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു രീതിയിൽ ഡ്രേപ്പ് ചെയ്ത് സാരിയൊക്കെ വെയർ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ആ ഫുൾ ഡേ നമുക്ക് അത്രയ്ക്ക് നല്ല പ്ലസൻ്റ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ പറ്റും. പക്ഷേ ഒരു പക്ഷേ നമ്മുടെ സാരിയുടെ കളറോ അല്ലെങ്കിൽ പാറ്റേണോ അല്ലെങ്കിൽ ആ ഡിസൈനോ കൊള്ളത്തില്ല, അല്ലെങ്കിൽ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ അല്ല, നമുക്ക് ആ ഒരു രീതിയിലത്തെ ഇതാണെങ്കിൽ നമുക്ക് ഫുൾ ഡേ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും നമുക്ക് ആ ഒരു എപ്പോഴും ഭയങ്കര അൺപ്ലസൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ സാരി നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. നമുക്ക് ആ ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടുകയും ചെയ്യും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ സാരി ആ ഒരു ഡെയിലി വെയർ നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് മാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഫങ്ഷൻസ് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇത് ഇടാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസൈൻസ് ആണെങ്കിലും അതുപോലത്തെ തന്നെയാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രീതിയിലത്തെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇപ്പം ഒരു ഉടുത്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു നല്ല അടിപൊളി ലുക്കാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ബൂട്ടാസിൻ്റെ വർക്ക്, പിന്നെ നമ്മൾ അതുപോലെ തന്നെ ആൻറ്റീക്ക് ആയിട്ടുള്ള സെറിയുടെ വർക്കൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാരി വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒപ്പം തന്നെ നല്ല ബ്രീത്തബിളും ആണ്. പിന്നെ ഇതിൻ്റെ വാഷ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് നോർമലായിട്ടുള്ള ഷാമ്പു വാഷാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഷാമ്പു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവത്തില്ലേ, സ്പ്രെഡ് ആവത്തില്ല എന്നൊക്കെ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. നമുക്ക് ഒട്ടും തന്നെ കളർ ഫെയ്ഡ് ആവത്തില്ല. അപ്പം തന്നെ നമുക്ക് ഈ സ്പ്രെഡ് ആവുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും എന്തായാലും ഇതിൽ വരത്തില്ല. പിന്നെ നമുക്ക് സാരിയുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, ഒന്ന് ക്ലോസപ്പ് നോക്കിയാലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കളക്ഷനിൽ 4 ഡിസൈൻസ് ആണ് കയറിയിട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ഡിസൈനാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ 5 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാഫയർ കളറാണ്. സെക്കൻഡ് നമ്മുടെ ഒരു ബേജ്, പിന്നെ വന്നിട്ടുള്ളതൊരു മെറൂൺ, ഗോൾഡ്. ഇത് കൂടാതെ ഞാൻ വേറെ ചെയ്തിട്ടുള്ള സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ഗ്രീൻ ആൻഡ് മെറൂൺ മിക്സ് വരുന്നത്. അപ്പം ഇതിൻ്റെ വർക്കൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡ്യുവൽ ഷെയ്ഡ് കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ സെറിയുടെ ഒരു വീവിങ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഡിസൈൻ്റെ ഒരു ഓപ്പൺ ആയിട്ടുള്ള വിഷ്വൽസാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. നമ്മുടെ ബോഡി വന്നിട്ട് ഒരു ഗോൾഡും അതുപോലെ അതിൻ്റെ ബോർഡറിൽ നമ്മളൊരു ബ്ലൂ ഫിനിഷുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറിയുടെ വീവിങ് ആണ് നമ്മൾ പല്ലുവിൽ ഓൾ ഓവർ കൊടുത്തിട്ടുള്ളത്. ബ്ലൗസായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ആ ബ്ലൂ ബ്ലൗസ്, അതിൽ നമ്മൾ ഗോൾഡൻ ബൂട്ടീസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഗോൾഡൻ ആ സെറിയുടെ ബൂട്ടീസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു അടിപൊളി ലുക്കായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബോഡിയിൽ വന്നിട്ട് നമ്മളൊരു മാംഗോൻ്റെ ഡിസൈനും അതുപോലെ തന്നെ നമ്മുടെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും നമ്മളൊരു ബ്ലൂ ആൻഡ് ഗോൾഡ് ആൻഡ് അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള സാരിയുടെ വിഷ്വൽസ്. ഇതിൽ നമ്മൾ ബോഡിയിൽ ഫുൾ ഒരു യെല്ലോ കളറും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രീതിയിലത്തെ പല്ലുവാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പല്ലു തന്നെ നോക്കി എത്ര അടിപൊളിയായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടായിട്ടൊരു പ്ലെയിൻ ബ്ലൂ ബ്ലൗസാണ് നമ്മളിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ തേർഡ് ഡിസൈൻ വന്നിട്ടുള്ളത്. ഒരു യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബേജിൻ്റെയും മെറൂണിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതിൽ നമ്മളൊരു കോപ്പർ ത്രെഡ് വീവിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മൾ സാരിയിൽ ടാസൽസ് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടാണെങ്കിൽ മെറൂൺ ഷെയ്ഡിൽ അത് കോപ്പർ ത്രെഡിൻ്റെ ബൂട്ടീസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്.
ഇതിൽ തന്നെ നമുക്ക് വേറൊരു കളർ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീച്ചിലാണ്. ഇതിൽ നമ്മൾ പീച്ചിൻ്റെയും മെറൂണിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ കളക്ഷനിൽ നമുക്ക് ലാസ്റ്റ് വരുന്നത്. ഇതിലെല്ലാത്തിലും നമ്മൾ സെയിം ആയിട്ടുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെറൂൺ ആയിട്ടുള്ള ബോർഡറിൽ നമ്മൾ 4 ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബൂട്ടീസിലും പിന്നെ ബോർഡറിൽ വരുന്ന ഡീറ്റെയിലിങ്ങിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. 4ലും ഒരു പീക്കോക്കിൻ്റെ പാറ്റേൺ ആണ്, പക്ഷേ ഒരു യുണീക്ക് ആയിട്ടുള്ള രീതിയിലത്തെ ഒരു ഡിസൈനിങ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. അപ്പോൾ സാരിയുടെ പല്ലു വന്നിട്ട് ഇതാണ്. ഇതിലൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പീക്കോക്കിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ സാരി വന്നിട്ട് ഗ്രീൻ കളറാണ്. ബ്ലൗസ് ആണെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു മെറൂൺ രീതിയിലാണ് നമ്മൾ ബ്ലൗസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കാണിച്ച സാരികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇത് കൂടാണ്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ റണ്ണിങ് ഫാബ്രിക്സിലാണെങ്കിലും ഫാൻസി സാരിയിലാണെങ്കിലും ഒപ്പം തന്നെ കേരള സാരിയിലും യൂണിഫോം സാരിയിലും നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് കയറുന്നുണ്ട്. അപ്പോൾ ഡെയിലി ആയിട്ടുള്ള അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.